അവിടെ എന്താ പ്രശ്നം? ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് MLA. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് റദ്ദ് ചെയ്യുന്നത്? ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മറന്നുകളയും. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നുകളയും. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നുകളയും. ആരാ PK ശ്യാമള? ഈ ഗോവിന്ദ മാഷിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഈ PK ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനൊരു ചരിത്രമുണ്ട്. രണ്ടിടങ്ങളിലായിട്ടുണ്ട് അല്ലെ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് TK ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് PK ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവർ SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടാണ്. അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിനെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്നും കരുതിയിട്ടാണോ? TK ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്.